a vector in the fourth quadrant, it is having a positive real part but a negative imaginary part. Positive ആയിട്ടുള്ള real part ഉം നെഗറ്റീവ് ആയിട്ടുള്ള ഇമാജിനറി പാർട്ടും ആണുള്ളത്. ഓക്കെ, അത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതുക എന്നുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ പറയണം. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ റൈറ്റ് E2? ആരെങ്കിലും പറയാം, ഹൗ ക്യാൻ ഐ റൈറ്റ് E2? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. E1 എനിക്ക് A1 പ്ലസ് ജെ B1 എഴുതാം. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ ഐ റൈറ്റ് E2? E2നെ ഞാൻ എങ്ങനെ എഴുതും? ആരെ പറയാ? പറയാൻ പറ്റില്ലേ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക. പറയടോ. അഭിരാഗ് റോൾ നമ്പർ 3 പറ, റോൾ നമ്പർ 3. അല്ലെങ്കിൽ ആരെങ്കിലും പറ, ആരെയും സംസാരിക്കുക. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ആരെങ്കിലും വിളിക്കൂ. അപ്പോൾ ക്യാൻ സ്പീക്ക്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മനസ്സിലാവുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ടെക്സ്റ്റ് ചെയ്താലും മതി. ടെക്സ്റ്റിംഗ് ഇസ് ദ ബെസ്റ്റ് തിങ്. എന്താണ് B2? ഞാൻ E2 ആട്ടോ ചോദിച്ചത്. ഓക്കെ, E2 എങ്ങനെ എഴുതിയിട്ടില്ല? B2 മൈനസ് JA2. ദർ ഇസ് എ സ്മോൾ ചേഞ്ച്. നിങ്ങൾ ശ്രദ്ധിക്കാം, എന്താ ഇത് B2 മൈനസ് JA2 എന്ന് എഴുതിയിട്ടുള്ളത്? എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, J വരുന്നത് ഇമാജിനറി പാർട്ടിന്റെ കൂടെയാണ്. ഓക്കെ, J വരിക B എന്ന കമ്പോണന്റ് കൂടിയാണ്. അതായത് ഇമാജിനറി പാർട്ട്, Y ആക്സിസിന്റെ മുകളിലെ പാർട്ടിന്റെ മുകളിലാണ് J വരിക. റിയൽ പാർട്ടുകൾ ഓക്കെ ആരതിക്ക് എഴുതിയിട്ടുണ്ട് -A2 പ്ലസ് JB2. ഓക്കെ, വെരി ഗുഡ്. -A2 കാരണം കണ്ടോ, റിയൽ പാർട്ട് മൈനസ് ആണ്. പിന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മൈനസ് എന്ന് പറയുന്ന റിയൽ പാർട്ടാണ് മൈനസ് ഉള്ളത്, ഇമാജിനറി പാർട്ട് ഇസ് പോസിറ്റീവ്. ആൻഡ് ഓൾവേസ് J കംസ് വിത്ത് ദ ക്വാഡ്രേച്ചർ കമ്പോണന്റ്. Y ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഇതിന്റെ കൂടെയാണ് നമ്മൾ J എഴുതുക. അത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവിടെ എത്തിയിട്ടുള്ള നെക്സ്റ്റ് സ്ലൈഡിലാണ് കാണിക്കുന്നത്. അപ്പൊ വെരി ഗുഡ്. -A2 പ്ലസ് JB2 എന്ന് നമുക്ക് എഴുതാം E2നെ. അതേപോലെ E3 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -A3 മൈനസ് JB3. E4 ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എന്താണ് A4 മൈനസ് JB4 എന്ന് എഴുതാം. ഓക്കെ, ലൈക്ക് ദാറ്റ് വി ക്യാൻ ഡു. ഇനി ഇതിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻ ടേംസ് ഓഫ് A ആൻഡ് B. നമുക്കറിയാം ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. A1 is the base, B1 is the height. So I can write it as root of A1 square plus B1 square. Okay, and angle which is making by E1 with respect to positive x-axis, that is phi. Phi means tan inverse B1 by A1. അതായത് tan inverse quadrature component divided by active അല്ലെങ്കിൽ എന്താ പറയാ in phase component. ഓക്കെ, ഇമാജിനറി ഡിവൈഡ് ബൈ ടാൻ ഇൻവേഴ്സ് ഇമാജിനറി ഡിവൈഡ് ബൈ റിയൽ. എങ്ങനെയാ ഇത് കിട്ടുന്നത്? ഈ ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ടേക്ക് ടാൻ ഫൈ. ടാൻ ഫൈ എടുത്ത് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്, B1 ഡിവൈഡ് ബൈ A1. അപ്പൊ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് B1 ബൈ A1. അപ്പൊ ആലോചിക്കുക, ഇഫ് യു ഹാവ് എ വെക്ടർ ലൈക്ക് ദിസ്, the value or magnitude of the vector will be root of real part square plus imaginary part square. എപ്പോഴും A1 B1 ആയിരിക്കണമെന്നില്ല. വാട്ട് എവർ ബി ദ വെക്ടർ, അതിന്റെ ഫോം എങ്ങനെയാ ഉണ്ടാവുക? വാട്ട് വുഡ് ബി ദ ഫോം ഓഫ് ദ വെക്ടർ? It will be like this. Vector can be written as real part plus J into imaginary part. Okay, so the magnitude would be root of real part square plus imaginary part square, and the angle will be equal to tan inverse imaginary part divided by real part. അങ്ങനെയായിരിക്കും angle which is made with the positive x-axis. ഓക്കെ, റെഫറൻസ് ആക്സിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് y എന്ന് പറയുന്നത്. നൗ വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് J. Jന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇനി കാണാം. Jന്റെ ഇമ്പോർട്ടൻസ്, see the importance of J. J എന്ന് പറഞ്ഞാൽ നമ്മുടെ I കണ്ട പോലെ വെറും √(-1) മാത്രമല്ല. J is an operator. J എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is an operator like any other operators like into, plus, integration, differentiation, like all those operator, our J is also an operator. എന്താണ് Jന്റെ പ്രത്യേകത? Whenever you multiply, okay, അതിന് ഞാൻ പറയാം. J is used to indicate the counter clockwise rotation of a vector through 90 degree. J എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിന്റെ 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള റൊട്ടേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
ഒന്നുകൂടി ഞാൻ പറയാം, ജെ ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ കൗണ്ടർ ക്ലോക്ക് വൈസ്, അത് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് എ വെക്ടർ ത്രൂ 90 ഡിഗ്രി ആണ്. വെനെവർ യു മൾട്ടിപ്ലൈ എനി വെക്ടർ വിത്ത് റെസ്പെക്ട് വിത്ത് ദിസ് ജെ, ഏതൊരു വെക്ടറിനും നിങ്ങൾ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ദാറ്റ് വെക്ടർ വുഡ് ബി റൊട്ടേറ്റഡ് ആന്റി ക്ലോക്ക് വൈസ് വിത്ത് an angle 90 ഡിഗ്രി. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ജെ. ജെന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ അതാണ്. ഇറ്റ് ഇസ് ആക്ച്വലി ടൈം ട്രാവൽ. ടൈം ട്രാവൽ നിങ്ങൾക്ക് വേണേൽ പറയാം. when you multiply j with anything, it is rotating that particular thing with respect to 90 degree counter clockwise. We are leading in time. Omega t ആണ് theta എന്ന് പറയുന്നത്. 90 degree നമ്മൾ ലീഡ് ചെയ്യുക ചെയ്യുന്നത്. Okay, so it's like rotating the vector. ഏതൊരു വെക്ടറിനെ 90 degree rotate. It is having a value of root of -1. നിങ്ങൾ നേരത്തെ i പറഞ്ഞ പോലെ തന്നെ j is also having a value of root of -1. പക്ഷെ വാല്യൂന് ഇവിടെ വലിയ പ്രാധാന്യമില്ല. നമ്മുടെ കേസിൽ ജെന്റെ വാല്യൂന് വലിയ പ്രാധാന്യമില്ല. ബട്ട് ദ ഇമ്പോർട്ടന്റ് തിങ് ഇസ് whenever you multiply anything with j, that vector is rotating by an angle 90 degree in counter clockwise direction, also without changing its magnitude. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ ഡയറക്ഷൻ മീൻസ് അതിന്റെ ആംഗിൾ മാത്രം 90 ഡിഗ്രി ലീഡ് ചെയ്യിപ്പിക്കുന്നു. അതും ആലോചിക്കണം. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് മേക്കിംഗ് ദാറ്റ് വെക്ടർ ടു ലീഡ്. ഇപ്പോൾ ഉള്ള പൊസിഷനിൽ 90 ഡിഗ്രി ലീഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്ന വെക്ടറിനെ ചാടിപ്പിക്കുകയാണ് 90 ഡിഗ്രി മുന്നോട്ടേക്ക്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ടൈം ട്രാവൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാനൊരു വെക്ടർ ഓക്കെ, അതിന് മുന്നേ ജെനെ ഞാൻ ജെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ്. ജെനെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ മാത്രം ഒന്ന്, ഫൈനൽ വാല്യൂ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. വെൻ ഐ മൾട്ടിപ്ലൈ ജെ വിത്ത് ജെ സ്ക്വയർ ആയിരിക്കും. അത് ജെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, -1 സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ പുറത്തുള്ള സാധനം പോകും. ഇങ്ങനെയല്ല വരിക, ഈ സ്ക്വയർ പുറത്താണ് വരിക കേട്ടോ. ജെ എന്ന് പറഞ്ഞാൽ എത്രയാ, റൂട്ട് ഓഫ് -1. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങോട്ട് പോകും. ആകെ -1 മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ വാല്യൂസ് ഓർക്കണം. ജെ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എന്ത് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, ജെ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ജെ തന്നെയാണ്. ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന പോലെ -1 ആണ് ജെ സ്ക്വയർ. ജെ ക്യൂബ് എന്ത് വരും? അപ്പോ ആർക്കേം പറയാൻ പറ്റുമോ? ജെ ക്യൂബ് എന്ത് വരും എന്ന് ആർക്കേം പറയാൻ പറ്റുമോ? ഇൻ ടേംസ് ഓഫ് ജെ പറഞ്ഞാൽ മതി. ആർക്കേം പറയാൻ പറ്റും? വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ജെ ക്യൂബ്? ജെ ക്യൂബിന്റെ വാല്യൂ എന്ത് വരും? ഞാൻ പറഞ്ഞു ജെന്റെ വാല്യൂ. ജെ ക്യൂബ് 1 ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജെ ക്യൂബ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജെ ക്യൂബ് ഞാൻ കേൾക്കുന്നില്ല. യു ക്യാൻ ടൈപ്പ്, ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. കറക്റ്റ്. റൂട്ട് ഓഫ് അല്ല, റൂട്ട് ഓഫ് മൈനസ് ജെ അല്ല. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ ജെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജെ ഇൻറ്റു ജെ സ്ക്വയർ എഴുതി കൂടെ? സംശയം ഉണ്ടോ? ജെ ഇൻറ്റു ജെ സ്ക്വയർ എഴുതാം. ഐ ഓൾറെഡി നോ ദ വാല്യൂ ഓഫ് ജെ സ്ക്വയർ. ഓക്കെ, കറക്റ്റ്. ആരോ എഴുതിയിട്ടുണ്ട് -j. ഓക്കെ, വെരി ഗുഡ്. അതായത് ജെ സ്ക്വയറിന്റെ വാല്യൂ എനിക്കറിയാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ജെ സ്ക്വയർ? ഇറ്റ് ഇസ് -1. ഐ ക്യാൻ റൈറ്റ് ജെ ക്യൂബ് ആസ് ജെ ഇൻറ്റു ജെ സ്ക്വയർ. അപ്പൊ എന്താണ്? -1 ഇൻറ്റു ജെ, അതായത് -j എന്ന് എനിക്ക് കിട്ടും. സോ ദ വാല്യൂ ഓഫ് ജെ ക്യൂബ് ഇസ് നത്തിങ് ബട്ട് -j. ഓക്കെ, അങ്ങനെയാണ് ജെ റേസ് ടു 4ന്റെ വാല്യൂ എന്തായിരിക്കും? ആർക്കും പറയാൻ പറ്റുമോ? ജെ റേസ് ടു 4ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ജെ പറഞ്ഞാൽ മതി. ഈ റൂട്ട് ഓഫ് -1 അതിലേക്ക് പിടിച്ച് അഴക്കേണ്ട. ഇൻ ടേംസ് ഓഫ് ജെ പറയാം. അല്ലെങ്കിൽ ഓക്കെ, വെരി ഗുഡ് 1. കറക്റ്റ്. എന്തുകൊണ്ടാണ് ജെ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജെ സ്ക്വയർ ഇൻറ്റു ജെ സ്ക്വയർ. എഴുതി കൂടെ? ജെ സ്ക്വയർ ഇൻറ്റു ജെ സ്ക്വയർ. ജെ സ്ക്വയറിന്റെ വാല്യൂ എന്താ? -1. -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +1. സോ ജെ റേസ് ടു 4 ഇസ് എ +1. സോ അതെന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് ആണ്. അതായത് ജെക്ക് എത്ര പവർ ആയാലും അത് റൊട്ടേറ്റിംഗ്. അങ്ങനെ ആലോചിച്ചാൽ ജെ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, ജെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -, ജെ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1. പിന്നെയും ഈ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും. ജെ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജെ തന്നെയാണ്. ഓക്കെ, പിന്നെയും ഈ സീക്വൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നെക്സ്റ്റ് സ്ലൈഡിലുണ്ട് അതിന്റെ വാല്യൂസ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇൻ ടേംസ് ഓഫ് വാല്യൂ നമ്മളെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് അത്ര പ്രാധാന്യമില്ല എങ്കിലും ചില മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ആവശ്യം വരും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനി ജെന്റെ ഫേസറിലുള്ള അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക. എന്റെ അടുത്തൊരു വെക്ടർ ഉണ്ട്, ഇ എന്ന് പറഞ്ഞ വെക്ടർ. അതിനൊരു വെറും റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിക്കുക. എന്റെ ഇ എന്ന് പറഞ്ഞ വെക്ടറിന് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. ഇ എന്നൊരു പറഞ്ഞ വെക്ടർ. അപ്പൊ റിയൽ പാർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെ വരയ്ക്കുക? വെക്ടറിന് ഈ രീതിയിൽ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കും, along with the positive x axis. ഓക്കെ, ഇതാണ് എന്റെ വെക്ടർ ഇ.
does not have any imaginary part. ഒരു imaginary part ഇല്ലാത്തതുകൊണ്ട് പെർഫെക്റ്റ്ലി റിയൽ പാർട്ട് മാത്രമാണ് ഇതിനുള്ളത്. പെർഫെക്റ്റ്ലി ആക്റ്റീവ് കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ചേർന്ന് വരച്ചു വിത്തൗട്ട് എനി ജെ കമ്പോണന്റ്. ജെ കമ്പോണന്റ് ഒന്നുമില്ലാതെ ഞാൻ വരച്ചു. ഇനി assume that I am multiplying this E with J. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് വരികയാണ്. We are going to have a time travel. ഞാൻ ഇതിനെ ലീഡ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ ഉള്ള വെക്ടറിനെ ഞാൻ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ വെക്ടറിനെ ഞാൻ ലീഡ് ചെയ്യിപ്പിക്കാൻ പോവാണ്. എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ലീഡ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ ആണ്? ക്ലോക്ക് വൈസോ കൗണ്ടർ ക്ലോക്ക് വൈസോ? ഏതാ ലീഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള വെക്ടറിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് പോകണോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് പോകണോ? നിങ്ങൾ പറയാം. ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യാം? നമ്മളെപ്പോഴും മെഷർമെന്റ്, ആംഗിൾ മെഷർമെന്റിന്റെ ഡയറക്ഷൻ ഏതാണ് ഞാൻ പറഞ്ഞത്? ക്ലോക്ക് വൈസ് ആണോ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ? കൗണ്ടർ ക്ലോക്ക്. വെരി ഗുഡ് കൗണ്ടർ ക്ലോക്ക് വൈസ്. സോ ലീഡിംഗ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. എന്താ അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. നമ്മൾ നോക്കുന്ന ഒരു പോയിന്റിന് ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ആദ്യം വരുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് വെക്ടർ ആണ് ആദ്യം എനിക്ക് കാണാൻ പറ്റുക. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ലീഡിംഗ്. ഓക്കെ, അപ്പോ counter. Okay, very good. So I'm going to multiply J with this vector E. ഈ പറഞ്ഞ വെക്ടർ ഇനെ ഞാൻ ജെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കുക, കണ്ടോ വളരെ വ്യക്തമായിട്ട് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഇ വാസ് എ വെക്ടർ വിച്ച് ഡസ് നോട്ട് ഹാഡ് എ ജെ കമ്പോണന്റ്. റിയൽ പാർട്ട് മാത്രമുള്ള ഒരു വെക്ടർ ആയിരുന്നു എന്റെ ഇ. വെൻ ഐ മൾട്ടിപ്ലൈ ഇ വിത്ത് എ ജെ, ഞാൻ എന്താ പറഞ്ഞ? ജെ ഇസ് എൻ ഓപ്പറേറ്റർ യൂസ് ടു lead, make that vector lead by an angle 90 degree without changing its magnitude. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ അതിന് 90 ഡിഗ്രി ലീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു വെക്ടർ ആയിരുന്നു എന്റെ ജെ വെക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഇ became rotated by an angle 90. ഓക്കെ, അതാണ് ജെ ഇ എന്ന് പറയുന്ന വെക്ടർ. Now again I am multiplying this JE with another J. ഒരു J ന്റെ കൂടെ ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. So it become J square times E. അപ്പൊ again this vector will be rotated or made it lead by an angle 90. അപ്പൊ ഇതാണ് എന്റെ J square E. ഇനി നിങ്ങൾക്ക് ഇത് മാത്തമാറ്റിക്കലി ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക, ഒരു പ്രശ്നവുമില്ല. മാത്തമാറ്റിക്കലി യു ചെക്ക്. ജെ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1. ഓക്കെ, ഇത് തന്നെയല്ലേ മൈനസ് ഇ? ശ്രദ്ധിക്കൂ, ഇത് പ്ലസ് ഇ ആണെങ്കിൽ ഇത് തന്നെയല്ലേ മൈനസ് ഇ? ഓക്കെ, സോ വി ഹാവ് ക്ലിയർഡ് ഇറ്റ് ഇൻ ബോത്ത് ദ വേസ്. വെക്ടർ വേയിലും ക്ലിയർ ചെയ്തു, മാത്തമാറ്റിക്കൽ വേയിലും ക്ലിയർ ചെയ്തു. നൗ അഗൈൻ ഐ എം മൾട്ടിപ്ലൈങ് ദിസ് വെക്ടർ വിത്ത് അനദർ ജെ, അതായത് ജെ ക്യൂബ് ടൈംസ് ഇ ആക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇറ്റ് ഇസ് അഗൈൻ ലീഡ് ബൈ എൻ ആംഗിൾ 90 ഡിഗ്രി വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇനി മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ ജെ ക്യൂബിന്റെ വാല്യൂ എന്താ? -J. അപ്പൊ ഇത് -JE ആയി. മൈനസ് തെറ്റാണ്, ഇവിടെ -JE ആണ്. ഇത് +JE ആണെങ്കിൽ -JE എന്ന് പറഞ്ഞാൽ നേരെ താഴത്തോട്ടല്ലേ വരിക? ഓക്കെ, സോ ദിസ് ഇസ് മാത്തമാറ്റിക്കലി ഓൾസോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. -JE. Again if you multiply AJ, it will become J raised to 4E. Again it will come back to its own initial position. That's why J raised to 4 is nothing but 1. മനസ്സിലായോ? ഈ സംഭവം ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുക ഓക്കെ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. എന്തെങ്കിലും ഒരു ഇത് തരിക, ഒരു ഹിന്റ് തരിക. മനസ്സിലായോ മനസ്സിലായിട്ടില്ലേ എന്താന്ന് വെച്ചാൽ ഒരു ഹിന്റ് തരിക. ടെക്സ്റ്റ് ചെയ്താൽ മതി, ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നൗ ഇത് നമ്മൾ +J ന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതേ വെക്ടറിനെ ഞാനൊരു -J കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, വെൻ യു മൾട്ടിപ്ലൈ എ വെക്ടർ വിത്ത് J, ഇറ്റ് വിൽ റൊട്ടേറ്റ് ദ വെക്ടർ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കാരണം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ +J ആണ്. +J will make a rotation of 90 degree in counter clockwise direction because that is my positive direction of angle. Okay, but if you multiply with -J, it will rotate the vector in clockwise direction. That's why minus symbol indicates the negative angle. Minus symbol indicates the negative angle. -J കൊണ്ട് multiply ചെയ്താൽ it will rotate the vector. E നെ -J കൊണ്ട് multiply ചെയ്താൽ -JE will be like this. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്താണ് -JE ആയിരിക്കും. ഇങ്ങനെ വന്നാലും രണ്ടും സെയിം ആണ്. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക.
വേറൊരു പ്രോപ്പർട്ടി 1/j ഈക്വൽ ടു ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് കുഡ് ബി ദ വാല്യൂ ഓഫ് ദിസ്? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിച്ചായിരിക്കും. ഒന്നുമില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ജെ ആൻഡ് ജെ, മുകളിലും താഴെയും, വിത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ ജെ ബൈ ജെ സ്ക്വയർ എന്ന് വരും, ജെ സ്ക്വയർ മൈനസ് 1 ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ റെക്ടാങ്കുലർ നൊട്ടേഷൻ. ഇതാണ് റെക്ടാങ്കുലർ നൊട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംബോളിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അതും അല്ലെങ്കിൽ കോംപ്ലക്സ് നൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത് സെയിം സംഭവത്തിനെ തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നൊട്ടേഷനാണ്. ഇതാണ് ഏറ്റവും എളുപ്പം അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ when we go to the second one, that is a trigonometrical form of vectors. Idum almost similar aanu, but instead of just calling it real part and imaginary part, we are making them as trigonometric functions. അതായത് എനിക്ക് അറിയാം, എനിക്ക് എൻ്റെ വെക്ടർ ഇനെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റിയൽ പാർട്ട് പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി പാർട്ട്, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ബട്ട് just by instead of just by calling it as real part, സിംപ്ലി റിയൽ പാർട്ട് എന്ന് വിളിക്കുന്നതിന് പകരം അതിനെ ഞാനൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യാണ്. ഫ്രം ദ ഫിഗർ ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞാൻ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെനെവർ യു ഹാവ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ലൈക്ക് ദിസ് ആൻഡ് ദ ഹൈപ്പോട്ടനസ് ഇസ് ഇ ഓർ എനി അതർ വാല്യൂ, then the near side of the angle will be e cos theta. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി ഇ സൈൻ തീറ്റ. നിങ്ങൾ എപ്പോഴും സൈഡും കോസും എടുക്കാൻ നിൽക്കണ്ട. റിയൽ തൊട്ടടുത്ത അഡ്ജസന്റ് സൈഡ് വിൽ ബി ഇ കോസ് തീറ്റ ആൻഡ് ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി ഇ സൈൻ തീറ്റ. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് കോളിംഗ് ഇറ്റ് ആസ് ഈ എ ആൻഡ് ബി, നമ്മൾ നേരത്തെ എന്താ എഴുതിയ a1 plus jb1 എന്നല്ല എഴുതിയ. ഇൻസ്റ്റെഡ് ഓഫ് കോളിംഗ് ഇറ്റ് ആസ് എ ആൻഡ് ബി, we are expressing it in terms of trigonometric functions. അത്രേ ഉള്ളൂ. So it can be written as e cos theta. ഇതിന്റെ റിയൽ പാർട്ട് എന്താണ്? e cos theta plus e sin theta, j into e sin theta. ഓക്കെ, j ഉണ്ട്, നമ്മൾ റിയൽ പാർട്ടിന്റെ പ്രസന്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? a plus jb അല്ലേ? So I can write it as e cos theta plus j into e sin theta. അതിന് ഈന് പുറത്തെടുത്ത ഫോമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, e cos theta plus j sin theta. ഇത് റെക്ടാങ്കുലർ ഫോമിൽ എക്ക് പകരം തന്നെയാണ് ഈ കോസ് തീറ്റ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ഓക്കെ. ഈ ജനറൽ ആയിട്ട് എഴുതുന്ന കേസിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്ലസ് ഓർ മൈനസ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ആംഗിളിനെ ഞാൻ പ്ലസ് തീറ്റ എന്ന് എടുത്താൽ ഇങ്ങോട്ടുള്ള ആംഗിളിനെ എനിക്ക് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് മൈനസ് തീറ്റ. അതുകൊണ്ടാണ് ജനറലി ഈ സംഭവം എഴുതിയിട്ടുള്ളത്. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. whenever you take the angle, always take it from here. എല്ലാ ആംഗിളും പോസിറ്റീവ് എക്സ് ആക്സിസ് നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ എടുത്ത് പഠിക്കുക. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ഐ തിങ്ക്. ഓക്കെ, രണ്ടും നമുക്ക് ചെയ്യാം. ഞാൻ രണ്ടും കാണിച്ചു തരാം എന്താ അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. പ്രോബ്ലം വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ ബെറ്റർ ടു ടേക്ക് എനിവേ, ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ്. റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ് എക്സ് ആക്സിസ് ആൻഡ് ഐ എം ടേക്കിംഗ് ദ ആംഗിൾ ഫ്രം this axis. If I'm taking in counterclockwise direction, then take the angle as positive. If I'm taking the angle in clockwise direction, take the angle as negative. ആ രീതിയിലുള്ള കൺവെൻഷൻ നിങ്ങൾ ഫോളോ ചെയ്താൽ തെറ്റില്ല. രണ്ട് കേസിലും ആൻസർ ശരിയായിരിക്കും. ഓക്കെ, നമ്മൾ പോളാർ ഫോം എത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾക്ക് മനസ്സിലാവും. Now the third form is exponential form. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇ ടു ദ പവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. In the trigonometric form, we have expressed our vector in terms of cos theta and sin theta. That means as trigonometric functions, whenever we come to the exponential form, we will express our vector in terms of e. In the terms il nammal represent ചെയ്യും, അത്രയേ ഉള്ളൂ. We have to represent the vector in terms of e. E ആണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്കൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി we can express our vector. Already we can express our vector e as e into cos theta plus or minus j sin theta. E cos theta plus j sin theta ne if I can represent in terms of exponential function, അതായത് ഈ സംഭവത്തിന് എനിക്ക് ഇന്റെ ടേംസിൽ എഴുതാൻ പറ്റിയാൽ എനിക്ക് എന്റെ വെക്ടറിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എനിക്ക് എഴുതാൻ പറ്റും, അത്രയേ ഉള്ളൂ. So what I want is to convert this thing cos theta plus or minus j sin theta ne I have to convert this into e raised to something. നിങ്ങൾ മാത്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ഓയിലേഴ്സ് ഇക്വേഷൻ അല്ലെ യൂളേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് e raised to something will be
e raised to j theta will be equal to cos theta plus j sin theta. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നുമില്ല, ഇത് കാണുന്ന പോലെ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കേണ്ട. ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു ലേൺ. പക്ഷെ ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടില്ല, എങ്കിലും സിലബസിൽ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, cos theta we can represent as 1 minus theta square divided by 2 factorial plus theta raised to 4 divided by 4 factorial minus theta raised to 6 divided by 6 factorial. ഇത് എല്ലാ ഫാക്ടോറിയൽ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സിമിലർലി അപ് ടു ഇൻഫിനിറ്റി ഐ ക്യാൻ റൈറ്റ്. അതായത് കോസ് തീറ്റനെ എനിക്ക് ഈ ഫോമിൽ എഴുതാം. ഈ ഫോം പഠിക്കാൻ വളരെ എളുപ്പമാണ്. ബിക്കോസ് എവറിത്തിങ് ഇസ് ഇൻ ദ ഈവൻ റൂട്ട്, ഈവൻ സ്ക്വയർ ആണ്. ഈവൻ പവർ ആയിട്ട് ഓഫ് തീറ്റ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. തീറ്റേന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, തീറ്റേന്റെ 4 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ. സോ ദിസ് ഇസ് വെരി സിമെട്രിക് ആൻഡ് ദ സൈൻ സിമ്പിൾ ഇസ് ഓൾട്ടർനേറ്റിംഗ്ലി ചേഞ്ചിങ്. അല്ലെ, ഓൾട്ടർനേറ്റീവ്ലി ചേഞ്ചിങ് സിമ്പിൾ ആണ്. ഇവിടെ 1ന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണ്, സെക്കൻഡ് ടേമിന്റെ നെഗറ്റീവ്, അഗൈൻ പോസിറ്റീവ്, നെഗറ്റീവ്. സോ ദിസ് ഇസ് വെരി സിമെട്രിക്കൽ. Similarly, sin theta also can be written as theta minus theta cube by 3 factorial plus theta raised to 5 by 5 factorial minus theta raised to 7 by 7 factorial up to infinity. This is the odd function. എല്ലാം തീറ്റന്റെ odd powers ആണ്. theta raised to 1 by 1 factorial ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അടുത്ത theta cube by 3 factorial. Next, 5th power by 5 factorial. And here also the coefficients signs are alternatingly changing. So these two equations are very easy. Symmetric ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പഠിക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, സിമിലർലി ഇ റേസ് ടു ജെ തീറ്റനെ എനിക്ക് ഇതേപോലെ എഴുതാം. ഇതും സിമെട്രിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ ഈവനും ഓടും അല്ല, എല്ലാ പവറുകളും ഉണ്ട്, ജെയും ഉണ്ട്. ഇ റേസ് ടു ജെ തീറ്റനെ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ഇ റേസ് ടു ജെ തീറ്റനെ ഇതേപോലെ നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് ബാക്കി നമ്മൾ ഈ പറഞ്ഞ ജെ സ്ക്വയർ വരുമ്പോൾ -1, ജെ ക്യൂബിന് -j റേസ് ടു 4ന് 1, അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലി യു വുഡ് ഗെറ്റ് ദിസ് ഫോം, ഇ റേസ് ടു ജെ തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ. ഓക്കെ, അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതേപോലെ മൈനസും എനിക്ക് എഴുതാം. ദാറ്റ് മീൻസ് ആസ് സമ്മറി എനിക്ക് എൻ്റെ ഈ കോസ് തീറ്റ ട്രിഗ്നോമെട്രിക് ഫോമിൽ എൻ്റെ വെക്ടർ എങ്ങനെയായിരുന്നു? ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഓർ മൈനസ് ജെ സൈൻ തീറ്റ. അതിന് എനിക്ക് ഇ ഈക്വൽ ടു ഇ റേസ് ടു ഇ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ജെ തീറ്റ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ജെ തീറ്റ. അപ്പൊ ആകെ 2 സാധനങ്ങൾ ഇതിലുള്ളൂ, 2 കാര്യങ്ങൾ ഇതിലാകെ ഉള്ളൂ. ഈ ഫോമിലും ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെ 2 കാര്യങ്ങൾ? വൺ ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ, one is the magnitude of vector E, and the other one is the theta. Theta is the angle which is made with respect to positive x-axis. 2 കാര്യങ്ങളെ ഈ പറഞ്ഞ 2 ഫോമുകളിലുള്ളൂ. This is the trigonometrical form and this is the exponential form. In these 2 forms only 2 things matters. 2 കാര്യങ്ങളേ ഉള്ളൂ. First thing is the magnitude of E and the second thing is the angle which is made by the vector with respect to positive x-axis. ഓക്കെ, നമ്മുടെ റെക്ടാങ്കുലർ ഫോമിലും 2 കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? ഒന്ന് എക്സ് കമ്പോണന്റ്, ഒന്ന് വൈ കമ്പോണന്റ് അല്ലേ? അപ്പൊ ഏത് ഫോമിലും 2 കാര്യങ്ങളാണുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ തേർഡ് ഫോം. Now we are moving on to the very important form, that is polar form. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കോംപ്ലക്സിൽ, എങ്കിലും നമുക്ക് ഈ റെപ്രസെന്റേഷൻ പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുക. We can move on. ഇത് ഷെയർ ചെയ്യാം. നിങ്ങൾ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഒരു അസൈൻമെന്റ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു പാർട്ട് കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിന് നിങ്ങളുടെ കാര്യം പറയാ. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ടെക്സ്റ്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. ആരെന്തെങ്കിലും പറയടോ. ശ്രീലാൽ, എന്താണ് അവസ്ഥ?
ശ്രീലാലിന്റെ പേര് വിളിക്കാൻ കാരണം ശ്രീലാലിനെയാണ് അറിയുള്ളൂ. നമ്മൾ പേഴ്സണലായിട്ട് കണ്ടിട്ടില്ല ഹരി, അതുകൊണ്ടാണ്. വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ഓക്കെ ഞാൻ വേറെ ഒരു ലിങ്ക്, എന്താണ് അബിൻ ഡിസൂസ എന്താണ് പറയുന്നത്? അബിൻ എന്താ മനസ്സിലാവാത്തതുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അബിൻ ഓക്കെ ആണോ? ഞാൻ അടുത്ത ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ സമയം തീരാനായി. നമുക്ക് പോളാറും പിന്നെ ഒരു കൺവേർഷനും കൂടി നോക്കിയിട്ട് നിർത്താം. പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ അടുത്ത ലിങ്ക് ഷെയർ ചെയ്യാം, അതിലെല്ലാവരും ജോയിൻ ചെയ്യാം. പോളാറും അതിന്റെ കൺവേർഷൻസും നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ഷെയർ ചെയ്യാൻ പോവാണ്, പുതിയ ലിങ്ക് കേട്ടോ. അതിപ്പോ തീരും, അതുകൊണ്ടാണ്. ഓക്കെ.